പലപ്പോഴും നമ്മളൊക്കെ പറയാറില്ലേ, എന്തൊരു അത്ഭുതകരമായിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ ഒരിക്കലും ഓർത്തില്ല തിരിച്ച് ഭവനത്തിൽ എനിക്ക് എത്താൻ സാധിക്കുമെന്ന്. ചില നിമിഷങ്ങളിൽ നാം അറിയാതെ നമ്മെ താങ്ങി നിർത്തുന്ന ഏതോ ഒരു അദൃശ്യ കരങ്ങൾ നമ്മുടെ പിന്നാലെ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറില്ലേ? വലിയ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നുമൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറില്ലേ? നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ, കണ്ണെ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോയി എൻ്റെ സമീപത്തൂടിയാണ് കടന്നുപോയത്, അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ. അതേ സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ നമ്മെ താങ്ങി നടത്തുന്ന ഒരു കരമുണ്ട്. അതുകൊണ്ടാണ് 150-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്: ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ മഹിമ അതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ. ശക്തമായ ഒരു കരങ്ങൾ പലപ്പോഴും നാം അറിയാതെ നമ്മളെ താങ്ങി നടത്തുന്നതിനെ ഓർത്ത് നമ്മൾ അവനെ സ്തുതിക്കണം. അവിടുത്തെ മഹിമ അതിശയത്തിന് ചേർന്ന വിധം നാം അവിടുത്തെ സ്തുതിക്കണം. ഒരു ശ്വാസബലത്തിൽ ജീവിക്കുന്ന നമ്മെ അനുദിനം നടത്തുന്ന സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുവാനായി നാം ഓരോരുത്തരും മറന്നു പോകാതിരിക്കുക. കാരണം അവൻ്റെ ഒരു കരം നമ്മുടെ മേലുള്ളതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനേക അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് എപ്പോഴും ആ സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുവാൻ മടി കാണിക്കാത്തവരായി തീരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.